ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസസ്മെൻറ്റ് ഓഫ് ഫേമിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നോക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് എക്സ് കമ്പനി എ പാർട്ട്ണർഷിപ്പ് ഫേം ഫോർ ദ ഇയർ എൻഡ് 31st March 2024 ഈസ് ആസ് ഫോളോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ്, ഡിപ്രീസിയേഷൻ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ റെസീപ്റ്റ്സ് ഫ്രോം ക്ലയൻസ്, ഓഡിറ്റ് ഫീസ്, നെറ്റ് ലോസ്. ഞാൻ അതർ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഈ അസസ്മെന്റ് ഓഫ് ഫേംസിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്, സെക്ഷൻ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ മൊത്തമായിട്ടൊന്ന് വായിച്ചു നോക്കി, അതിൽ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, കമ്പ്യൂട്ട് ടാക്സ് ഓൺ ഇൻകം ഓഫ് ഫേം ഇഫ് എനി അസ്യൂമിംഗ് ദ ഫേം സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ഓഫ് 184 എന്ന് പറയുന്നുണ്ട്. അതായത് 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 184 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ 185ലാണ് നമ്മൾ ഫേമിനെ അസസ് ചെയ്യുക. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഫോമിനെ അസസ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ഇനി നോക്കിയാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. അതിന് ഡെബിറ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസ് തന്നിട്ടുണ്ട്. എക്സ്പെൻസ് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാധാരണയായിട്ട് ഡിപ്രീസിയേഷൻ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം തന്നെയാണ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് അതായത് 184 കേസിൽ നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ ഇത് ഈ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഐറ്റമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തത് കൊണ്ട് തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. എന്തിൻ്റെ കൂടെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക, നമ്മൾ സാധാരണ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കും. നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ ഏതായാലും അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് തിരിച്ച് ആഡ് ചെയ്യും. അത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തിരിച്ച് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതെല്ലാ കേസിലും നമ്മൾ അങ്ങനെ തന്നെയാണ്. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സാലറി വരാം, കമ്മീഷൻ വരാം, ബോണസ് വരാം. റെമ്യൂണറേഷൻ എന്ന് തന്നെ തന്നിട്ടുണ്ടെങ്കിൽ അതും. ഇത് നമ്മൾ 185ന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞാൽ 184 ആയാലും 185 ആയാലും നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ല, അത് തിരിച്ച് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ നമുക്കറിയാം 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 12% നമുക്ക് എന്ത് ചെയ്യാം, അലോ ചെയ്യാം. 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് എത്ര ശതമാനം കുറക്കാം, 12% പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. 12%ത്തിൽ കൂടുതൽ കുറച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന, അതായത് 12ന് ശേഷം എത്രയാണോ ബാക്കി പെർസെൻറ്റേജ് നമ്മൾ അധികമായിട്ട് ഇവിടെ ചാർജ് ചെയ്തിട്ടുള്ളത് അത് എന്ത് ചെയ്യുക, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഇവിടെ പെർസെൻറ്റേജ് ഒന്നും എന്ത് ചെയ്യുന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, 184 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 12% അലോ ചെയ്യാം, ബാക്കിയുള്ളത് ആഡ് ബാക്ക് ചെയ്താൽ മതി. പക്ഷേ 185 ആയിരുന്നെങ്കിൽ ഇതിൽ മൊത്തം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. 185 ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെബിറ്റ് ചെയ്യാനേ പറ്റില്ല. അങ്ങനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി ഇതിൻ്റെ റെസീപ്റ്റ് സൈഡ് നോക്കാം. ഇനി ക്രെഡിറ്റ് സൈഡ് നോക്കാം. റെസീപ്റ്റ് ഫ്രം ക്ലയൻസ് സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. ഓഡിറ്റ് ഫീസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. നെറ്റ് ലോസ് ആണ് പിന്നീട് തന്നിട്ടുള്ളത്. ഇനി അതർ ഇൻഫർമേഷൻ നോക്കി. ഔട്ട് ഓഫ് എക്സ്പെൻസ് ₹37,250 ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ആസ് പെർ സെക്ഷൻ 36. അതായത് എക്സ്പെൻസ് എത്രയുണ്ട്, 1,18,000 രൂപ ഡെബിറ്റ് ചെയ്തതിൽ 37,250 രൂപ നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പറ്റാത്ത എക്സ്പെൻസ് ആണ്. ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് 1,18,000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ആ 1,18,000-ൽ 37,250 നമുക്ക് ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കുറക്കാൻ പാടില്ലാത്ത എക്സ്പെൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 1,18,000-ൽ 37,250 ഇൻക്ലൂഡ് ചെയ്ത് കുറച്ചിട്ടുണ്ട്. കുറക്കാൻ പാടില്ലാത്തതാണ് 37,250. അപ്പോൾ തിരിച്ചെന്ത് ചെയ്യണം, ആ 37,250 തിരിച്ച് നെറ്റ് ലോസിൻ്റെ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 37,250 തിരിച്ചെന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇനി ഡിപ്രീസിയേഷൻ ആസ് പെർ സെക്ഷൻ 32 ഈസ് 40,470. അതായത് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്, ഡിപ്രീസിയേഷൻ നമ്മൾ പറഞ്ഞു
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ഡിപ്രീസിയേഷൻ എത്ര ഇവിടെ കുറച്ചിട്ടുണ്ട്? 40,000 ഇവിടെ ഓൾറെഡി കുറച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഡിപ്രീസിയേഷൻ ആസ് പെർ സെക്ഷൻ 32 ഈസ് 40,470. നമുക്ക് സെക്ഷൻ 32 പ്രകാരം കുറക്കാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്നത് 40,470 അലോ ചെയ്യാം. 40,470 രൂപ അലോ ചെയ്യാം. പക്ഷേ അതായത് 40,470 നമുക്ക് കുറക്കാം. പക്ഷെ എത്രയും കുറച്ചിട്ടുള്ളൂ? 40,000 കുറച്ചിട്ടുള്ളൂ. അപ്പൊ എത്ര കൂടി ഇനി കുറക്കണം? 470 കൂടി കുറക്കണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് ഡിപ്രീസിയേഷൻ നമുക്ക് കുറക്കാൻ പറ്റുന്ന ഡിപ്രീസിയേഷൻ 40,470 ആണ്. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 40,000 കുറച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി 470 കൂടി എന്ത് ചെയ്യണം? കുറക്കണം. അപ്പോൾ ആഡ് ചെയ്യുന്നിടത്ത് നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ലെസ് ചെയ്ത് അതിനുശേഷം ലെസ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ 470 രൂപ കുറക്കേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു പാർട്ട്നേഴ്സ് നോട്ട് ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി 12,410. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു നോർമൽ കേസിൽ 12% വരെ നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം. 12% കൂടുതൽ ഉണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 19,000-ൽ 12,410. 19,000 ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 12,410 നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ചിലപ്പോൾ 12% കൂടുതലായിരിക്കും ഈ 12,410 എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ ഈ 12,410 നമുക്ക് കുറക്കാൻ പാടില്ലാത്ത എമൗണ്ട് ആണ്. അത് എന്ത് ചെയ്തിട്ടുണ്ട്? 19,000-ൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ഈ 12,410 ഇതിൽ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതിൽ വരുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഹെഡിങ് കൊടുക്കാം, കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഓഫ് firm for the assessment year 24-25. രണ്ട് എമൗണ്ട് കോളം കാണിക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഈ അസസ്മെന്റ് ഫോമിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ എഴുതുന്നത്. ഇവിടെ നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റ് അല്ല, നെറ്റ് ലോസ് ആണ്. അപ്പോൾ ബ്രാക്കറ്റിൽ നെറ്റ് ലോസ് എന്ന് എഴുതാം. നെറ്റ് ലോസ് ആണ് നമുക്ക് ഇവിടെ എഴുതുന്നത്. നെറ്റ് ലോസ് എന്ന് പറയുമ്പോൾ 1,33,000 ആണ് നെറ്റ് ലോസ്. അത് ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഇട്ടിട്ട് കാണിക്കുക, അല്ലെങ്കിൽ മൈനസ് ഇട്ടിട്ട് 1,33,000. ഞാനിവിടെ ബ്രാക്കറ്റിനകത്തല്ല കാണിച്ചത്, മൈനസ് ഇട്ടിട്ടാണ് കാണിച്ചത്. 1,33,000 ആണ് നെറ്റ് ലോസ്. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമ്മൾ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാൻ പാടില്ലാതെ ഡെബിറ്റ് ചെയ്ത കുറേ ഐറ്റംസ് ഉണ്ട്. അത് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ ആഡ് എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിൾ. ആഡ് എക്സ്പെൻസസ് നോട്ട് ഡിഡക്റ്റബിൾ. കുറക്കാൻ പാടില്ലാത്ത എക്സ്പെൻസ് കുറച്ചിട്ടുണ്ട്, അത് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം, ആഡ് ചെയ്യണം. അതിൽ എന്താണ് എക്സ്പെൻസ്? അതർ ഇൻഫർമേഷൻ തന്ന ഔട്ട് ഓഫ് എക്സ്പെൻസ് ₹37,250 ഈസ് നോട്ട് ഡിഡക്റ്റബിൾ ആസ് പെർ സെക്ഷൻ 36. എക്സ്പെൻസിൽ 37,250 നമുക്ക് കുറക്കാൻ പാടില്ലാത്തതായിരുന്നു. പക്ഷേ 1,18,000 ആ 37,250 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോൾ എക്സ്പെൻസസ് എത്രയാണ് ആഡ് ബാക്ക് ചെയ്യേണ്ടത്? 37,250. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ. നമുക്കറിയാം ഡിപ്രീസിയേഷൻ 40,470 കുറക്കണമായിരുന്നു, 40,000 കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ആഡ് ബാക്ക് ചെയ്യേണ്ടതാണോ? ആഡ് ചെയ്യേണ്ടതാണോ? അല്ല. ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റം തന്നെയാണ്, ഡെബിറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ്? ഒരു 470 കൂടി ഡെബിറ്റ് ചെയ്യണം, 470 കൂടി കുറക്കണം. ഡെബിറ്റ് ചെയ്യാൻ മീൻസ് കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ 470 കൂടി ലെസ് ചെയ്യണം. അപ്പോൾ താഴെ ലെസ് ചെയ്യുന്ന സ്ഥലത്താണ് ഡിപ്രീസിയേഷൻ എടുക്കേണ്ടത്. ഇനി നമുക്കറിയാം റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് മൊത്തം എമൗണ്ട് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ 1,86,000. ഓക്കെ, ഇനി നെക്സ്റ്റ് ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 19,000 കുറച്ചിട്ടുണ്ട്. എത്രയും കുറക്കാൻ പറ്റും? 12,410 കുറക്കാൻ പാടില്ലാത്തതാണ് 12,410. അപ്പോൾ എന്ത് ചെയ്യാൻ? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം.
19,000 രൂപ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 12,410 നമുക്ക് എന്താണ് ഈ 184 പ്രകാരം അല്ലെങ്കിൽ 40B പ്രകാരം നമുക്ക് കുറക്കാൻ പാടില്ലാത്തതാണ്. അപ്പം അത് കുറച്ചിട്ടുണ്ട്. അപ്പം അത് തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. 12,410. ഈ 3 ഐറ്റമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ആഡ് ചെയ്യാനുള്ളത്. അപ്പം എന്ത് ചെയ്യുക? ഇത് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2,05,660 ആണ്. 2,05,660 നമുക്ക് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഇത് അതായത് ഇത് ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. നെറ്റ് ലോസിന്റെ കൂടെ ആഡ് ചെയ്യണം. നെറ്റ് ലോസിന്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇതെങ്ങനെ സെറ്റ് ഓഫ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ 2,05,660 നിന്ന് ഡയറക്റ്റ് 1,33,000 കുറച്ചാൽ മതി. 2,05,660 നിന്ന് 1,33,000 കുറച്ചാൽ മതി. ഇനി അതല്ലെങ്കിൽ മൈനസ് 1,33,000 കൂടെ 2,05,660 ആഡ് ചെയ്യും. മൈനസ് 1,33,000 കൂടെ 2,05,660 ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് കിട്ടുന്നത് 72,660. ഈ കിട്ടുന്നതല്ല നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. ഇനി ഇതിലൊരു ഐറ്റം നമുക്ക് ലെസ് ചെയ്യാനുണ്ട് അല്ലേ? എന്താ അത്? ഡിപ്രീസിയേഷൻ. നമ്മൾ പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ ഓൾറെഡി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആണ്. നമുക്ക് കുറക്കാൻ പാടില്ലാത്ത ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷൻ്റെ കേസിൽ ഇവിടെ പറയുന്നത് 40,470 കുറക്കണമായിരുന്നു. പക്ഷെ 40,000 കുറച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി 470 കൂടി എന്ത് ചെയ്യണം? കുറക്കണം. 470 കൂടി കുറക്കണം. ഔട്ടർ കോളത്തിൽ തന്നെ എഴുതാം. ഒരു ഐറ്റം ആകുന്നത് ഔട്ടർ കോളത്തിൽ തന്നെ എഴുതാം. 470 കുറക്കണം. അപ്പോൾ കിട്ടുന്നത് 72,190. ഇനി ചില കേസിൽ ഡിപ്രീസിയേഷൻ അധികം അലോ ചെയ്യാൻ പറ്റാത്തതൊക്കെ നമുക്ക് അതർ ഇൻഫർമേഷൻ തരാട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. കുറച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ബാക്ക് ചെയ്യണം. ഈ കേസിൽ ഡിപ്രീസിയേഷൻ ഒരു 470 രൂപ കൂടി കുറക്കാനുണ്ട്. അപ്പം അത് ചെയ്യാം. അത് കുറക്കാം. കുറച്ച് കിട്ടുന്നതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. കുറച്ച് കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. എത്രയാണ്? 72,190 ആണ് ബുക്ക് പ്രോഫിറ്റ്. ഇനി ഇതിൽ നിന്ന് എന്താ കുറക്കേണ്ടത്? remuneration to working partners. Remuneration to working partners under section 40 subsection B. 40 subsection B പ്രകാരം remuneration കുറക്കണം. remuneration കുറക്കാനുള്ള സ്ഥലം ഞാൻ പോയിട്ട് ക്ലോസ് ചെയ്യണം. remuneration നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ. remuneration കാണുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ എന്താ ചെയ്യുന്നത്? remuneration കാണാൻ നമ്മൾ പറഞ്ഞാൽ എന്താണ്? ആദ്യം 2 കേസ്. ഒന്ന് ₹1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഓക്കെ. MVP ബുക്ക് പ്രോഫിറ്റ് ആണ് ഷോർട്ടാക്കി ചെയ്തതെന്ന് നിങ്ങൾ എഴുതുമ്പോൾ ബുക്ക് പ്രോഫിറ്റ് എന്ന് തന്നെ എഴുതണം. അപ്പോൾ 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. നമുക്കറിയാം ഇത് 3 ലക്ഷത്തിൽ കുറവാണ് ബുക്ക് പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഇത് മാത്രം നമ്മൾ എടുക്കുന്നത്. ഇനി 3 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ഇത് രണ്ടിലും ഹയസ്റ്റ് നമ്മൾ എടുക്കും. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യും? 60% ഓഫ് ബാക്കി ബാലൻസിൻ്റെ 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് നമ്മൾ ആഡ് ചെയ്യും. അതാണ് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇത് 3 ലക്ഷത്തിൽ കുറവാണ്. ഇവിടെ എന്താണ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ കുറവാണ്. അപ്പോൾ 3 ലക്ഷത്തിൽ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്നത് എന്താണ്? 1,50,000 or 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 72,190 90%. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏതായിരിക്കും വലുത്. ഇത് ഓൾറെഡി ബുക്ക് പ്രോഫിറ്റ് 72,190 ഉള്ളൂ. അതിനേക്കാൾ വലുതാണ് 1,50,000. അപ്പോൾ ഇതിനാണ് ജസ്റ്റ് കണ്ടുപിടിക്കുക. 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 64,971 എടുത്താൽ ഇറ്റ്സ് ഹയർ. ഏതാ ഹയർ? 1,50,000 ആണ് ഹയർ. ഏതാണ് വലുത്? 1,50,000 ആണ്. ഇനി ഇതും ഏതും തമ്മിൽ കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ആക്ച്വൽ റെമ്യൂണറേഷൻ ആസ് പെർ ഡീഡ്. അത് നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇൻഫർമേഷനിൽ തന്നിരിക്കുന്നതായിട്ടുള്ള റെമ്യൂണറേഷൻ. അതിലേക്ക് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ, ആക്ച്വൽ റെമ്യൂണറേഷൻ 56,000 ആണ്. ഏതാ കുറവ്? 1,50,000 ആണോ? 1,56,000 ആണോ? 1,50,000 ആണ് കുറവ്. അതാണ് നമ്മൾ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി ആയിട്ട് കുറക്കുന്നത്. എത്ര കുറയ്ക്കണം? 1,50,000 ആണ് നമ്മൾ കുറയ്ക്കുന്നത്.
ആണ് നമ്മൾ കുറക്കേണ്ടത്. ഇനി 72,190 ബുക്ക് പ്രോഫിറ്റ് വരുന്നത്. പക്ഷേ എന്ന് പറഞ്ഞാൽ 1,50,000 നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? -77,810 രൂപയാണ്. ഇതെന്താണ്? ഇത് പ്രോഫിറ്റ് ആണോ? മൈനസ് ഫിഗർ ആണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ലോസ് ഓഫ് ഫേം ആണ്. ലോസ് ഓഫ് ഫേം ആണ്, പ്രോഫിറ്റ് അല്ല, ലോസ് ആണ്. ഫേമിന് ലോസ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. 77,810 രൂപ ലോസ് ആണ് ഫേമിന് കിട്ടുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ അസസ്മെൻറ്റ് നമ്മൾ നടത്തുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.